നമസ്കാരം. എന്തുകൊണ്ടാണ് ലോകം റിന്യൂവബിൾ എനർജിയുടെ പുറകെ പോകുന്നത്? ഒന്ന്, ഫോസിൽ എനർജികൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു അവസാനമുണ്ടാവും. രണ്ട്, ഇവ നൽകുന്ന കാർബൺ ഫുട് പ്രിൻ്റ് വളരെ വലുതാണ്. എമിറ്റ് ചെയ്യുന്ന കാർബണിൻ്റെ അളവ് ലോകത്തെ പല നഗരങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഡൽഹിയിൽ വളരെ വ്യക്തമായി കാണാം, അല്ലെങ്കിൽ ആ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലോകം ഫോസിൽ എനർജി വിട്ട് റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ എനർജി എന്ന് വിളിക്കുന്ന എനർജികളുടെ പിറകിൽ പോകുന്നത്. ഇന്ത്യ ഈ ഫീൽഡിൽ വളരെ ശക്തമായ ഒരു കാൽവെപ്പാണ് ഇന്ത്യ ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു ഹൈഡ്രജൻ ബേസ്ഡ് ട്രെയിൻ കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നു. അത് ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് റൺ ചെയ്യാൻ റെഡിയായി നിൽക്കുന്നു. ഡെവലപ്മെൻറ്റ് എപ്പോൾ തുടങ്ങി, എവിടെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഇതിൻ്റെ ടെക്നോളജിക്കലി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന എന്നുള്ള ഒരു ബേസിക് വിവരം, പിന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2022-23 കാലഘട്ടത്തിലാണ്. ചെന്നൈയിലെ ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി എന്ന സ്ഥാപനമാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഒരുവിധം എല്ലാ പുതിയ കോച്ച് ഡെവലപ്മെൻറ്റും എഞ്ചിൻ ഡെവലപ്മെൻറ്റും നടക്കുന്ന ഒരു സ്ഥലമാണ് ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി ചെന്നൈ. അവരാണ് കഴിഞ്ഞ ഏതാണ്ട് 2 വർഷം മാത്രം എടുത്ത്, 2 അല്ലെങ്കിൽ 2.5 വർഷം മാത്രം എടുത്ത് ഈ ഒരു ഹൈഡ്രജൻ ബേസ്ഡ് ട്രെയിൻ അല്ലെങ്കിൽ എൻജിൻ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് ടെസ്റ്റിംഗ് നടക്കുന്നത് ഹരിയാനയിലാണ്. ഹരിയാനയിലെ ജിന്ദ്, സോനിപട്ട് എന്നീ 2 സ്റ്റേഷനുകൾക്കിടയിലാണ് ടെസ്റ്റിംഗ് നടക്കുന്നത്. ആദ്യ ട്രെയിൻ ഓടാൻ പോകുന്നതും ഈ 2 സ്റ്റേഷനുകൾക്കിടയിലാണ്. ഏതാണ്ട് 90 കിലോമീറ്ററാണ് ഈ 2 സ്റ്റേഷനുകൾക്കിടയിലുള്ള ദൂരം. ഈ ഡിസ്റ്റൻസിലായിരിക്കും ആദ്യത്തെ നമ്മുടെ ഈ ട്രെയിൻ ഓടുക. ഏതാണ്ട് 140 കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ ശേഷിയുള്ള എഞ്ചിനുകളാണ് ഇത്. എന്നാൽ തുടക്കത്തിൽ 90 മുതൽ 110 കിലോമീറ്റർ സ്പീഡിലായിരിക്കും ഓടിക്കുക എന്നാണ് റെയിൽവേ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ഭാഗത്തേക്ക് പോയാൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു പ്രോസസ്സുണ്ട്, ഇലക്ട്രോളിസിസ് എന്ന്. അതായത് വെള്ളത്തിൽ നിന്നും ഹൈഡ്രജനും ഓക്സിജനും വിഘടിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഇലക്ട്രോളിസിസ്. ഇതിൻ്റെ ഒരു പിക്ചറാണ് സ്ക്രീനിലുള്ളത്. ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. ഹൈഡ്രജനും ഓക്സിജനും വിഘടിപ്പിക്കുന്ന ഒരു പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ബേസിക്കലി ഈ ഒരു ഹൈഡ്രജൻ ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ വിഘടനത്തിൽ നടക്കുന്നത്. പക്ഷേ ഒരു ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് എത്തുമ്പോൾ ഇത് വളരെ വലിയ പ്ലാന്റ് ആയിരിക്കും. ഈ വളരെയധികം പ്രോസസ്സുകൾ ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരു പ്ലാന്റാണ് ഇപ്പോൾ ജിന്ദിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ നിന്നായിരിക്കും ഈ എഞ്ചിനുകൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ ട്രെയിനിൽ ഹൈഡ്രജൻ ടാങ്കുകൾ ട്രെയിനിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. ഒപ്പം ഹൈഡ്രജൻ സെല്ലുകൾ ഉണ്ടാകും. അതായത് ഈ സ്റ്റേഷനുകളിൽ നിന്നും ഹൈഡ്രജൻ ഹൈ പ്രഷറിൽ ഈ ടാങ്കുകൾക്കുള്ളിൽ ശേഖരിക്കും. ഏതാണ്ട് 350 മുതൽ 500 ബാസ് പ്രഷറിലായിരിക്കും ഈ ടാങ്കുകൾ നിറയ്ക്കുക. ഏതാണ്ട് 360 മുതൽ 420 വരെ കിലോ ആയിരിക്കും ഒരു ടാങ്കിൽ കയറുക. അങ്ങനെ ടാങ്ക് ഈ സ്റ്റേഷനുകളിൽ നിന്നും ഫില്ല് ചെയ്യുന്നു. ഇത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ സെല്ലുകളിലാണ്. ഈ സെല്ലുകളിൽ നിന്നും ഹൈഡ്രജൻ ഇലക്ട്രിക് എനർജിയായി കൺവേർട്ട് ചെയ്ത് എഞ്ചിനുകളിലേക്ക് നൽകുന്നു. എഞ്ചിനുകൾ ആ ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചായിരിക്കും ഓടുക. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വശം. ഇത് മാത്രമല്ല, ഇത് കൂടാതെ ഇതിനൊരു സെക്കൻഡറി എനർജി സോഴ്സ് കൂടെയുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡറി എനർജി സ്റ്റോറേജ് കൂടെയുണ്ട്. നമ്മൾ ഹൈബ്രിഡ് കാറുകളിലെല്ലാം കാണുന്ന പോലെ ഇതിന് ബാറ്ററി സെല്ലുകൾ കൂടെ ഉണ്ടാവും. ഇതിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ താഴെ, ട്രെയിനിൻ്റെ ബോഗികളുടെ താഴെ ബാറ്ററികളായിരിക്കും. ഇത് റീജനറേറ്റീവ് എനർജി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഒരു എനർജി എഫിഷ്യൻ്റായ സെറ്റപ്പിന് റീജനറേറ്റീവ് എനർജി ഉപയോഗിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹൈ മൈലേജുള്ള കാറുകൾ, ഹൈബ്രിഡ് കാറുകൾ നമ്മൾ റോഡിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഏതാണ്ട് അതേ ടെക്നോളജി ആയിരിക്കും ഇവിടെയും വർക്കാവുക. എന്നാൽ ഇവിടെ പെട്രോളിന് പകരം ഹൈഡ്രജൻ ആയിരിക്കും എനർജി ആയിട്ട് ഉപയോഗിക്കുക. റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഈ ഒരു സെറ്റപ്പിലും ഉണ്ടാകും. അത് കൂടുതൽ എഫിഷ്യൻ്റായി കൂടുതൽ ദൂരം കുറച്ച് എനർജി ഉപയോഗിച്ച് അല്ലെങ്കിൽ കുറച്ച് ഹൈഡ്രജൻ ഉപയോഗിച്ച് ഓടാൻ സഹായിക്കാൻ വേണ്ടിയാണ്. എന്തൊക്കെയാണ് ഈ ഹൈഡ്രജൻ ട്രെയിനിലുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്? ഒന്നാമത്തേത് നമുക്ക് ഓൾറെഡി അറിയാം, ഇതൊരു കംപ്ലീറ്റ്ലി ഗ്രീൻ എനർജിയാണ്. 0 കാർബൺ എമിഷനാണ്. ഒരു തരി കാർബൺ പോലും നമ്മുടെ പ്രകൃതിയിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് ഇത് നൽകുന്നില്ല. വാട്ടർ വേപ്പർ മാത്രമായിരിക്കും ഇതിൻ്റെ പുറത്തേക്കുണ്ടാകുന്ന വേസ്റ്റ് എന്ന് പറയാവുന്നത്. കാർബണിന് പകരം വെറും വാട്ടർ വേപ്പർ അഥവാ നീരാവി മാത്രമായിരിക്കും. അതാണ് ഈ ഒരു ഹൈഡ്രജൻ ട്രെയിനുകളുടെ അല്ലെങ്കിൽ ഹൈഡ്രജൻ എഞ്ചിനുകളുടെ, ഹൈഡ്രജൻ എനർജിയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഭാഗം. 2, ഇതൊരു റിന്യൂവബിൾ എനർജിയാണ്. വെള്ളത്തിൽ നിന്നും ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ എനർജിക്ക് ഒരു അവസാനം ഉണ്ടാകുന്നില്ല, വെള്ളം അവൈലബിൾ ആയിരിക്കുന്നിടത്തോളം കാലം. പിന്നെ ഇപ്പോൾ കാണുന്നത് പോലെ ഉള്ള വയേഴ്സ്, നമ്മൾ ട്രാക്കുകളുടെ മുകളിൽ ഇലക്ട്രിക് ട്രെയിനുകളുടെ വയേഴ്സ് കാണാം. അത്തരം വയറിങ്ങുകളൊന്നും ഈ ട്രാക്കുകളിൽ, പൂർണ്ണമായും ഹൈഡ്രജൻ ട്രെയിൻ ഓടുന്ന ട്രാക്കുകളിൽ ആവശ്യം വരുന്നില്ല. കാരണം ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ആ ട്രെയിനിനുള്ളിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതുകൊണ്ട്.
ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെയിം ബോഗികൾ തന്നെ, ഇപ്പോൾ നമുക്കുള്ള സെയിം ബോഗികളിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും എന്നതും വളരെ വലിയ കോസ്റ്റ് വൈസ് വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ് നൽകാൻ പോകുന്നത്. ഹൈഡ്രജൻ ടാങ്കുകൾ ട്രെയിനിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞു. ഇൻ കേസ് ഒരു ലീക്കേജ് ഉണ്ടായാൽ ഈ ഹൈഡ്രജൻ വളരെ പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു പോകും. അതായത് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ എയറിനേക്കാൾ ലൈറ്റർ ആയതുകൊണ്ട് ഒരു കാരണവശാലും ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. ഇനി നമുക്ക് ഈ ട്രെയിനിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ എന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പോഴുള്ളത് ഇതിൻ്റെ കോസ്റ്റ്, റണ്ണിങ് കോസ്റ്റ് സാധാരണ ഇലക്ട്രിക് ട്രെയിനുകളേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഈ ഒരു സിംഗിൾ പ്ലാന്റ് ഈ ഒരു ട്രെയിനിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആകുമ്പോൾ മൾട്ടിപ്പിൾ ട്രെയിനുകൾ ഇതേ ടെക്നോളജി ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉപയോഗിച്ച് ഓടാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. 2030 തന്നെ കോസ്റ്റ് 60% കുറച്ച് ഓടിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. പക്ഷേ ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു ഇലക്ട്രിക് ട്രെയിൻ ഓടുന്നതിനേക്കാൾ കൂടുതലാണ് ഇതിൻ്റെ കോസ്റ്റ്. മറ്റൊരു പ്രശ്നം ഇതിൻ്റെ ലോഡിംഗ് ടൈമാണ്. ഹൈഡ്രജൻ ഈ ടാങ്കുകളിലേക്ക് ലോഡ് ചെയ്യാൻ, ഇപ്പോഴുള്ള ടാങ്കുകളിലേക്ക് ലോഡ് ചെയ്യാൻ ഏതാണ്ട് 1 മണിക്കൂറിന് മുകളിൽ എടുക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ട്രെയിനുകൾക്ക് അങ്ങനെ ഒരു ലോഡിംഗ് പ്രശ്നമില്ല. അത് ഗ്രിഡിൽ നിന്നും ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി എടുത്ത് ഓടുന്നത് കൊണ്ട് അങ്ങനെ ഒരു സ്റ്റോപ്പേജിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ ലോങ് റണ്ണിങ് ട്രെയിനുകൾക്ക് ഈ ഒരു സ്റ്റോപ്പേജ് അല്ലെങ്കിൽ റീഫില്ലിങ് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഇത് 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2.5 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഫ്യൂച്ചറിൽ ഈ ഒരു റീഫില്ലിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ റീഫില്ലിംഗ് കപ്പാസിറ്റി കൂടാം, അല്ലെങ്കിൽ റീഫില്ലിങ്ങിൻ്റെ സ്പീഡ് എല്ലാം കൂടാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജും കാലക്രമത്തിൽ മാറിപ്പോകാനുള്ള സാധ്യതയാണുള്ളത്. ഇനി ഈ ട്രെയിൻ എന്നാണ് ട്രാക്കിൽ ഓടാൻ പോകുന്നത്? പാസഞ്ചേഴ്സിനെയും വഹിച്ചുകൊണ്ട് ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് എന്നാണ് ഓടാൻ തുടങ്ങുന്നത്? അധിക സമയം വേണ്ട. 2026 ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ തന്നെ ഈ ട്രെയിൻ ഓടിത്തുടങ്ങും. അതിൻ്റെ ഉദ്ഘാടനം അന്ന് നടക്കും എന്നാണ് റെയിൽവേ മിനിസ്റ്ററായ അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അദ്ദേഹമോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആയിരിക്കും ഇതിൻ്റെ ഉദ്ഘാടനം നടത്താൻ പോകുന്നത്. ഇനി മറ്റൊരു പ്രധാന വിഷയം അറിയേണ്ടത് ഇതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് 2030 30 ട്രെയിനുകൾ ഹൈഡ്രജനിൽ ഓടിക്കുക എന്നുള്ളതാണ്. ഹൈഡ്രജൻ ബേസായി ഓടുന്ന 30 ട്രെയിനുകൾ ഉണ്ടാകും. അതേസമയം തന്നെ ട്രെയിനുകളുടെ ലെങ്ത്, നീളം കൂട്ടുക, ബോഗികളുടെ എണ്ണം കൂട്ടുക. ഇപ്പോൾ 8 ബോഗികളാണ് ഓടുന്നത്. ഏതാണ്ട് 2600 പാസഞ്ചേഴ്സിനെയാണ് ഇപ്പോഴുള്ള ഈ ട്രെയിനിന് വഹിക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ നീളം കൂട്ടി കൂടുതൽ ബോഗികളുള്ള ട്രെയിനുകൾ ഉണ്ടാക്കുക, അതോടൊപ്പം 30 ട്രെയിനുകൾ ഓടിക്കുക 2030 എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഈ ട്രെയിനുകൾ പ്രധാനമായും ഓടുന്നത് ഹെറിറ്റേജ് സിറ്റീസിനെ അല്ലെങ്കിൽ ഹെറിറ്റേജ് ഏരിയകളെ കണക്ട് ചെയ്തായിരിക്കും. അതായത് കാർബൺ എമിഷൻ അവിടെ ഏറ്റവും കുറയ്ക്കാൻ വേണ്ടിയാണിത്. ഇപ്പോൾ റൺ ചെയ്യുന്ന ഈ പ്രൊജക്റ്റിൻ്റെ പേര് തന്നെ ഹൈഡ്രജൻ ടു ഹെറിറ്റേജ് എന്നാണ്. ഇനി ലോങ് ടൈം പ്ലാൻ എന്ന് പറയുന്നത് 2040 ഇന്ത്യയിൽ ഓടുന്ന 50% ട്രെയിനുകളെങ്കിലും ഹൈഡ്രജനിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിന് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആവശ്യമുണ്ട്. ഹൈഡ്രജൻ വിഘടിപ്പിച്ച് ഹൈഡ്രജൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സ്റ്റേഷനുകൾ വേണം, അത് ഫില്ലിംഗ് സ്റ്റേഷനുകൾ വേണം, അത് ഫില്ല് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ പാകപ്പെടുത്തിയെടുത്ത ട്രെയിനുകളും ബോഗികളും വേണം. ഇങ്ങനെ പലതരം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യമുള്ള ഒരു ഏരിയ തന്നെയാണ്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെ നടക്കുന്നു, ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടുന്നുണ്ടോ, ആ ഡീറ്റെയിൽസും കൂടെ നമുക്ക് നോക്കാം. ഇതിൽ ഹൈഡ്രജൻ ട്രെയിനുകളിൽ പൈനിയേഴ്സ് എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയാണ് ഇത് ആദ്യം ഡെവലപ്പ് ചെയ്തെടുത്തത്. 2018 മാത്രമാണ് അവരുടെ ആദ്യത്തെ ട്രെയിൻ ഓടാൻ തുടങ്ങിയത്. ഇപ്പോൾ ജർമ്മനിയുടെ വിവിധ റൂട്ടുകളിൽ ഒത്തിരി ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലെ ടോപ്പേഴ്സ് എന്ന് വിളിക്കാവുന്നത് ഇപ്പോൾ ചൈനയാണ്. ചൈന 160 കിലോമീറ്റർ സ്പീഡിൽ ചൈനയുടെ ട്രാക്കുകളിൽ ഹൈഡ്രജൻ ട്രെയിൻ വളരെയധികം ഓടിച്ചു വരുന്നുണ്ട്. ഇനി ടെക്നോളജിക്കലി ഏറ്റവും നന്നായി ഇത് യൂസ് ചെയ്യുന്നത് ജപ്പാനാണെന്നാണ് മനസ്സിലാക്കുന്നത്. ജപ്പാൻ ഇത് നല്ല രീതിയിൽ ഹൈബ്രിഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് നോർമൽ ബാറ്ററികളും ഒപ്പം ഹൈഡ്രജനും ഉപയോഗിച്ചിട്ട് റീജനറേറ്റീവ് എനർജി കൂടി വളരെ ശക്തമായി ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ ടെക്നോളജിക്കലി ഉപയോഗിച്ച് വരുന്നത് ജപ്പാനാണ്. ഇനി ഇത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലുള്ള കുറച്ച് കൺട്രികളുണ്ട്. സൗത്ത് കൊറിയ, ഇറ്റലി, അമേരിക്ക എന്നിവയാണ്. പക്ഷേ ഇവരാരും പ്രാക്ടിക്കലി ഈ ട്രെയിൻ ട്രാക്കിൽ പാസഞ്ചേഴ്സിനെയും വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗുഡ്സും വഹിച്ചുകൊണ്ട് ഓടി തുടങ്ങിയിട്ടില്ല. തീർച്ചയായും ലോകത്തിന് മുന്നിൽ തന്നെ ഇത് വളരെ ആശാവഹമായ, പ്രശംസനീയമായ, അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രതീക്ഷ കൂടി ഇത് നൽകുന്നുണ്ട്. ഇന്ത്യ സ്വന്തമായി ഇന്ത്യയുടെ ഉള്ളിൽ, മേക്കിംഗ് ഇന്ത്യയുടെ പാർട്ടായി ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്ത പൂർണ്ണമായൊരു ടെക്നോളജിയാണിത്. ഇത് നൽകുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ എന്ന ഫ്യൂവൽ ട്രെയിനിൽ മാത്രമല്ല മറ്റനേകം മേഖലകളിൽ, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ മേഖലകളിൽ, റോഡിലോടുന്ന വാഹനങ്ങളിൽ, ഇതിലെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. സോ ഈ ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നോളജി അതിനെ സ്കെയിൽ ചെയ്ത് വരുമ്പോൾ ഇന്ത്യയിൽ മൊത്തം ട്രെയിനുകളിലും ഒപ്പം
ഫാക്ടറികളിലും ഇൻഡസ്ട്രിയിലും നമ്മുടെ റോഡിലോടുന്ന വാഹനങ്ങളിലും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ എത്താനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഒന്ന്, ഫ്യൂവലിൻ്റെ കോസ്റ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത് കാർബൺ എമിഷൻ കുറയുന്നു, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നു, ഭാവി തലമുറയ്ക്ക് അത് ഗുണകരമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യ ഗവൺമെൻറ്റും ഇതിൻ്റെ ഡെവലപ്പേഴ്സും തീർച്ചയായും പ്രശംസനീയമായ ഒരു നേട്ടം തന്നെയാണ് വളരെ ചെറിയ ഒരു കാലയളവിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഗ്രീൻ എനർജി അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി എന്ന ഏരിയയിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പായി ഇത് മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇത്തരം കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക്